തീർച്ചയായും ശ്രീ ശാന്തിവിള ദിനേശൻ, അതായത് താങ്കൾ അടക്കം മുമ്പോട്ട് വെച്ച സാധ്യതകൾ ഒരുപക്ഷെ ഇവിടെ ജോർജ് ജോസഫും അജകുമാറും ഒക്കെ വിശാലാർത്ഥത്തിൽ തുറന്നിട്ടത് താങ്കൾക്ക് ദിലീപിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നാണ്. അത്തരം സ്നേഹം കൊണ്ട് എന്നത് മാത്രമല്ല, നിയമപരമായും അതിൻ്റെ സാധുതകളുണ്ട് എന്ന് ചില പോയിന്റുകൾ നിരത്തി അഡ്വക്കേറ്റ് പ്രിജി കൂടി മുമ്പോട്ട് വെക്കുന്നു. ഈ ഘട്ടത്തിലാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു അതിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത് അടിവരയിടേണ്ടതാണ്. അതായത് പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ ദുർബലമാകുന്നു ഈ ഘട്ടത്തിലെ ജാമ്യം നിഷേധിക്കൽ എന്നതാണ് അതിലെ പ്രസക്തി. അതാണ് പ്രസക്തമായി ചർച്ച ചെയ്യേണ്ടത് എന്ന് ശ്രീ ശാന്തിവിള ദിനേശൻ. എല്ലാ ബഹുമാനത്തോടെയും ഞാൻ പറയുന്നു, ഇതേ ചാനലിൽ ഭാസുരേന്ദ്ര ബാബു മോഹൻ സഖാവിൻ്റെ കേസ് വന്നപ്പോൾ ഇതിന് നേരെ തിരിച്ചാണ് പറഞ്ഞിരുന്നത്. ആ ഗൂഢാലോചന കേസിൽ മോഹനൻ സഖാവ് പെടില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ ചാനലിലിരുന്ന് ഇപ്പോൾ പ്രിജി എന്ത് പറഞ്ഞോ അതേ നിലപാടാണ് അന്ന് ഭാസുരേന്ദ്ര ബാബു സാർ പറഞ്ഞത്. ഭാസുരേന്ദ്ര ബാബു സാർ പറഞ്ഞതിനെ സംബന്ധിച്ച് എനിക്കൊരു വിശദീകരണം ഉണ്ട്. അതായത് ശ്രീ ശാന്തിവിള ദിനേശൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തികച്ചും പൊളിറ്റിക്കലായ മറ്റൊരു സംഭവ വികാസത്തെ കൂട്ടിക്കലർത്തരുത്. കൂട്ടിക്കലർത്തത് അത് ഗൂഢാലോചന, അത് മറ്റൊരു പരിപ്രേക്ഷ്യത്തിലുള്ളതാണ്. നമ്മുടെ ചർച്ചയെ വഴിതെറ്റിക്കാനുള്ള താങ്കളുടെ കുബുദ്ധിയാണെന്ന് അതുകൊണ്ട് വേണ്ട, താങ്കൾ ഇതിലേക്ക് അത് പൂർണ്ണമായും പൊളിറ്റിക്കലാണ്. അത് പൊളിറ്റിക്കൽ വിഷയമാണ്. അതിനകത്ത് ഒരുപാട് സങ്കീർണതകളുണ്ട്. അതിലേക്ക് പോകരുത്. ശാന്തിവിള ദിനേശിന്റെ വാദമുഖം ദുർബലമാവുന്നതെന്ന് വെച്ചാൽ ആ ഗൂഢാലോചന കേസിൽ മോഹനൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. സുരേന്ദ്ര സാറിന്റെ വാദങ്ങൾ ദുർബലമാകുന്ന എങ്ങനെയാണെന്ന് എനിക്കൊരു അവസരം തന്നാൽ ഞാൻ പറയാം. എനിക്ക് അവസരം തരുന്നില്ലല്ലോ. ഞാനിപ്പോഴും പറയുന്നത് ഒരു സഹപ്രവർത്തകൻ എന്നതിനപ്പുറം ഞാൻ അയാളുടെ ഒരു ഫാൻസോ അയാളെ കൂടെ സഹകരിക്കുകയോ അയാൾ എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അയാളൊരു സിനിമയിലെ സഹപ്രവർത്തകനാണ്. ആ സ്നേഹം എനിക്കുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോഴും ഞാൻ ഈ 26 ദിവസമായി പറയുന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒരുപാട് ദുർബലമായ കണ്ണികൾ വെച്ചാണ് കേസ് ഡയറി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ദിലീപിനെ കണക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ വളരെ കുറവാണ്. പൾസർ സുനിയും ദിലീപും 5 ഇടത്ത് കണ്ടുമുട്ടി. നമ്പർ 1 ജസ്റ്റിസ് സുനിൽ തോമസ് കേസ് ഡയറി പരിശോധിച്ചു. കേസ് ഡയറി പരിശോധിക്കുക എന്നാൽ കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കുകയാണ്. നിങ്ങളൊക്കെ പറയുന്ന ആ ലിങ്കിൽ കൃത്യമായി, അതായത് പുറത്ത് മാധ്യമങ്ങളിൽ എത്തിയതിനപ്പുറത്തേക്കുള്ള കോടതിയെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള വാദങ്ങൾ ഉണ്ടോ എന്ന് ചർച്ച ചെയ്യേണ്ട പ്രസക്തി ഉണ്ട് ഈ ഘട്ടത്തിൽ. അതായത് അമ്മയുടെ രഹസ്യമൊഴി അത് മറ്റൊരു ഇതിലാണെങ്കിൽ പോലും അതേ കാലയളവിൽ തന്നെയാണ് പൾസർ സുനി അഡ്വാൻസ് വാങ്ങിയെന്ന് പറയുന്നത്. മേ ബി ഒരു പക്ഷേ ബോധപൂർവമായി ദിലീപിനെ കൊടുക്കാൻ ഇതൊക്കെ ഒരുക്കാം. അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട്. അത് ശരിയാണ് നിങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ആ സാധ്യതകൾക്ക് അപ്പുറത്തേക്ക് ഇന്ന് ജുഡീഷ്യറി പരിഗണിച്ച ചില പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളെക്കാൾ കൂടുതൽ നൽകിയിട്ടുണ്ട്. അതായത് നിഷ്കളങ്കമായി ദിലീപ് ചേട്ടാ എന്താണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ക്യാമറകൾക്ക് മുമ്പിൽ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ വിശ്വസിച്ചു ഒരു നിഷ്കളങ്കനായ നമ്മൾ കാണുന്ന നെക്സ്റ്റ് ഡോർ പയ്യൻ എന്ന ആ ദിലീപിന്റെ നിഷ്കളങ്കതയാണെന്ന്. ദിലീപ് ഇവിടെ പൾസർ സുനിയുമായി 5 ഇടത്ത് കണ്ടിരുന്നു. അല്ല, ഞാൻ നിങ്ങളുടെ പറയാൻ പോകുന്നത്, ഷൂട്ടിംഗ് സെറ്റുകളിൽ കവർ ചെയ്യാൻ പോയ ശ്രീ പല്ലിശ്ശേരിയെ ചിലപ്പോൾ ഈ പൾസർ സുനിയിൽ ഒരു 5 അല്ല 10 ലൊക്കേഷനിൽ നിന്ന് ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിരിക്കാം. അതുകൊണ്ട് പൾസർ സുനിയുമായി പല്ലിശ്ശേരിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അത് മാത്രമേ എനിക്ക് മറുപടി പറയാനുള്ളൂ. ശ്രീ പ്രജി, അതായത് ശരിയാണ്, ശാന്തിവിള പറഞ്ഞത് ശരിയാണ്. അതായത് വേണമെങ്കിൽ നമ്മുടെ പ്രൊസീജിയറുകളിൽ വേണമെങ്കിൽ ഒരാളെ കൊടുക്കാം, ഒരാൾക്കെതിരെ ആരോപണം, അത് ബോധപൂർവമോ അബോധപൂർവമോ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അന്വേഷണങ്ങളൊക്കെ നടത്തിയവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവരുടെ കേസുകൾ പറഞ്ഞിട്ടുള്ള മുൻകാലങ്ങൾ അതിലേക്കൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്നില്ല, നിർഭയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ പുസ്തകത്തിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. വേണമെങ്കിൽ ഒരാൾ, അങ്ങനെ ഒരു സാധ്യത മാത്രമാണോ ഇവിടെ? ശ്രീ ഭാസുരേന്ദ്ര ബാബു മുമ്പോട്ട് വെക്കുന്ന വാദങ്ങൾ ദുർബലമാക്കുന്ന പോയിന്റുകൾ എന്താണ് താങ്കളുടെ പക്കലുള്ളത്? അല്ല, ഞാൻ ആ പറഞ്ഞ കാര്യത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചൊരു കമന്റ് ചെയ്യാൻ ഞാൻ ഏത് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല. അതായത് ദിലീപിനെ കുടുക്കിയതാണോ അല്ലെങ്കിൽ അതൊക്കെ ഇനി അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യം. ഇതുവരെ കേരള പോലീസിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഇച്ഛാശക്തിയെ സംബന്ധിച്ചൊന്നും യാതൊരു തർക്കങ്ങളും ഉള്ള ഒരാളല്ല ഞാൻ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചർച്ച ഇന്നിവിടെ നടക്കുന്നതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ദിലീപിന്റെ ആദ്യത്തെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളി എന്നുള്ളതാണ്.
ഭാസുരേന്ദ്ര ബാബു സാർ വിചാരിച്ചിരിക്കുന്നത് പോലെ ജാമ്യം കൊടുക്കാൻ അധികാരമുള്ളൊരു കോടതി ഇന്നേ ദിവസം തള്ളി തീർന്നു. ഇതാണ് അദ്ദേഹം ധരിച്ച് വശായിരിക്കുന്നത്. ഇത്രയും വർഷം പഠിച്ചത് വെറുതെ ആയിപ്പോയി. കാരണം അങ്ങനെ ജാമ്യം കൊടുക്കാൻ അധികാരമുള്ള ഈ കോടതി ഇന്നേ ദിവസം ഇത് തള്ളി എന്നുള്ളത് കൊണ്ട് ആ കോടതിയിൽ തന്നെ വീണ്ടും പൂർത്തിയാക്കട്ടെ അജിംഷാദെ, ആ കോടതിയിൽ തന്നെ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. കാരണം ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ആകുന്ന മുറയ്ക്ക് തീർച്ചയായും ഒരുപക്ഷെ അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ഏർലിയർ സ്റ്റേജാണ്. ഇത് ഇൻവെസ്റ്റിഗേഷന്റെ വളരെ ഏർലിയർ സ്റ്റേജ് ആയതുകൊണ്ട് ഇതിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒബ്സർവേഷനോട് കൂടിയാണ് ആ ബെയിൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഭാസുരേന്ദ്ര ബാബു സാറിനെ പോലെ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരാൾ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി അത് വായിച്ചാൽ മനസ്സിലാകില്ലെന്നും കാടടച്ച് വെടിവെക്കുകയും നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനതയുടെ മുമ്പിൽ ഇങ്ങനെ പരിഹാസ്യ തുല്യനായി നിൽക്കേണ്ടി വരികയും ചെയ്യുന്നതിനകത്ത് വാസ്തവത്തിൽ എനിക്ക് വളരെയേറെ അനുതാപവും സഹതാപവും അദ്ദേഹത്തിനോട് തോന്നുക. ഞാൻ പറഞ്ഞു പൂർത്തിയായിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞൊരു കമന്റ്, ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം ഗംഭീരമായി വിജയിക്കുകയും ഡിഫൻസിന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു പോവുകയും ചെയ്തതുകൊണ്ടാണോ ഈ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളുന്നത്? ഒരു 376 കേസിനകത്ത് കിഡ്നാപ്പിംഗ് ഉൾപ്പെടെയുള്ള ബ്രൂട്ടലായിട്ടുള്ള ഒരു 376 കേസിനകത്ത് 14 ദിവസം മാത്രം പൂർത്തീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇൻവെസ്റ്റിഗേഷൻ ഇനിയും പൂർത്തീകരിക്കപ്പെടാനുണ്ട് എന്നുള്ള ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ അക്കമിട്ട് ഇന്ന കാര്യങ്ങൾ, അപ്പുണ്ണിയുടെ കാര്യം, മെമ്മറി കാർഡിന്റെ കാര്യം, അഭിഭാഷകനെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത, ഈ തരത്തിൽ വളരെ നിയമപരമായി ഓരോരോ വിഷയങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ദിലീപിന്റെ കസ്റ്റഡി തുടരേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പരാമർശിച്ചുകൊണ്ട് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ തീർപ്പാക്കുമ്പോൾ ഇദ്ദേഹത്തെ പോലെ ഉയർന്ന ബോധതലമുള്ള ഒരാൾ ഇത്രയും ചെറിയ മനസ്സ് വെച്ച് ചിന്തിക്കാൻ പാടുണ്ടോ? ഇനിയും ഈ ഇൻവെസ്റ്റിഗേഷന്റെ പ്രോഗ്രസിന്റെ ആനുപാതികമായി തീർച്ചയായും ബെയിൽ അനുവദിച്ചുകൂടുന്നുണ്ടോ? ചിലപ്പോൾ 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പ്രതികളെ അകത്ത് തന്നെ വെച്ചുകൊണ്ട് ഈ കേസിനകത്ത് ട്രയൽ നടത്തിക്കൂടുന്നുണ്ടോ? ഇപ്പോ എങ്ങനെയാണ് ബഹുമാന്യനായ ഭാസുരേന്ദ്ര ബാബു സാർ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്? ഇതൊരു ഫൈനൽ ബെയിൽ ആപ്ലിക്കേഷന്റെ ഡിസ്പോസൽ അല്ല. അതായത് ശ്രീ ഭാസുരേന്ദ്ര ബാബു അതായത് ഇതിനെ വ്യക്തിപരമായി എടുക്കേണ്ടതില്ല, എടുക്കില്ല. അല്ല, ഞാൻ പറയുന്ന കാര്യം, അതായത് ഇതിനകത്ത് ഉണ്ടായ ആ ആറ്റിക്കുറുക്കിയുള്ള ഒരു കാര്യം രൂപപ്പെടുന്നത് ഇങ്ങനെയാണ്. അതായത് ശാന്തിവിള ദിനേശനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ദിലീപിനോട് പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ട് അവരുടെ പരിപ്രേക്ഷ്യത്തിലേക്ക് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു. ഇവിടെ പ്രജി വക്കീൽ പറഞ്ഞത് താങ്കൾക്ക് ദിലീപിനോട് പ്രത്യേക ദേഷ്യമുള്ളത് കൊണ്ട് താങ്കൾ മറുവശത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ കാര്യത്തെ നോക്കിക്കാണുന്നു. ഇതാണ് അതിന് ഇതിനകത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഹൈക്കോടതി ജാമ്യം കൊടുക്കാൻ അവകാശമുള്ള കോടതിയാണ്, അതിന് അർഹരായ കോടതിയാണ്. ആ കോടതി ഈ പ്രശ്നത്തെ പരിശോധിച്ചപ്പം അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് പരിശോധിച്ചു. പ്രോസിക്യൂഷൻ പറഞ്ഞതും പരിശോധിച്ചു, പിന്നെ അതിനെതിരായി പറഞ്ഞതും പരിശോധിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെ പറയാം, ഈ സാഹചര്യത്തിൽ ബെയിൽ കൊടുക്കാൻ കഴിയില്ല. ഇതാണല്ലോ എടുത്തിരിക്കുന്ന പൊസിഷൻ. വിചാരണ സമയത്ത് എന്തും പറയാം. അല്ലെങ്കിൽ ഇതിനു മുമ്പ് പ്രജി വക്കീൽ ഇവിടെ വരുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും ഹൈക്കോടതിയിൽ ഈ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലാണ് ഇദ്ദേഹം കേട്ടില്ല. അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നതൊന്നും അറിയാത്ത നിലവാരത്തിലല്ല വന്നിരിക്കുന്നത്. താങ്കളോളം എനിക്കറിയണമെന്നില്ല, എൻ്റെ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി അല്ലത്. പക്ഷേ അതേ സംബന്ധിച്ച് സാമാന്യ ധാരണകളുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞത് എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണ്ട. ആകെ അറിയേണ്ടുന്ന വിശദാംശം ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ല, അറ്റ്ലീസ്റ്റ് ഫോർ ദി ടൈം ബീയിങ്. വീണ്ടും വരട്ടെ, അതിനവർ പറയുന്ന ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങൾ വെച്ച് ഞാൻ ആകെ പറഞ്ഞത് PR വർക്ക് ഉണ്ടല്ലോ ഇതിനിടയ്ക്ക് നടത്തിയ, അത് പൊളിഞ്ഞെന്നാണ് പറഞ്ഞത്. കേസ് പൊളിഞ്ഞെന്നല്ല, PR ആക്ടിവിറ്റീസ് കുറേ ആൾക്കാർ നടത്തിയിരുന്നു. ഇദ്ദേഹം നിഷ്കളങ്കനാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന്, അതങ്ങ് പൊളിഞ്ഞു പോയിരിക്കുന്നു. ശാന്തിവിള ദിനേശനൊക്കെ മനസ്സിലാക്കേണ്ട അതാണ്. ഇവരുടെയൊക്കെ ശ്രമം മുഖാന്തരം PC ജോർജ് ഉണ്ടനകത്ത് നടത്തിയ ആ ശ്രമം പൊളിഞ്ഞു പോയിരിക്കുന്നു. അതാണ് പൊളിഞ്ഞത്. ബാക്കി മുഴുവൻ ഞാൻ ഒരു കാര്യം കൂടി നേരത്തെ പറയുകയുണ്ടായി. ഇനി വിചാരണ സമയത്ത് സാക്ഷികൾ കൂറുമാറുന്നെങ്കിൽ ഈ കേസ് തന്നെ വിട്ടുപോകും. അപ്പോഴും നിങ്ങൾ വൻതോതിൽ രക്ഷപ്പെടുമെന്ന് പറയണ്ട. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഗൗരവതരമായ നിലയ്ക്ക് കൂടുതൽ ഡിഫെൻസീവിലായിരിക്കുന്നു ഈ പ്രതിസ്ഥാനത്ത് എത്തിയിരിക്കുന്ന സിനിമാ നടൻ. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് പറയുന്നതിന് തീർച്ചയായും അടിസ്ഥാനം ഈ ഘട്ടത്തിലുണ്ട്. കാരണം അതിനുള്ള ഏറ്റവും വലിയ യുക്തി ഇന്നും ജാമ്യമില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ യുക്തിയെ മറികടക്കാനുള്ളതാണോ പ്രജി വക്കീൽ നിരത്തിയ വാദങ്ങൾ എന്നുള്ളത് തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതുമാണ്. തീർച്ചയായും ശാന്തിവിള ദിനേശൻ, താങ്കളിലേക്ക് എത്താം. ശ്രീ ശാന്തിവിള ദിനേശൻ, അതായത് ഈ സാധ്യതകൾ, എതിരിലും അനുകൂലത്തിലും നിരക്കുന്ന ഈ സാധ്യതകളിൽ എന്തുകൊണ്ട് താങ്കൾ
ഒരു സാധ്യതയെ മാത്രം മുറുകെ പിടിക്കുന്നു. താങ്കൾക്ക് ദിലീപിനോട് സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് സഹപ്രവർത്തകയായ ഇരയോടുള്ള കരുതലില്ല എന്ന് ആർക്കെങ്കിലും തോന്നാം. അത് ആദ്യഘട്ടത്തിൽ താങ്കൾക്ക് ഉയർത്തിയപ്പോൾ താങ്കൾ പറഞ്ഞ മറുപടി ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ പൂർണ്ണമായും ശിക്ഷിക്കട്ടെ എന്നാണ്. കുറ്റക്കാരനാണെങ്കിൽ പൂർണ്ണമായും ശിക്ഷിക്കും, അങ്ങനെ ശിക്ഷിക്കാനാവുകയുമുള്ളൂ. പക്ഷേ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇരയ്ക്കുള്ള നീതി നിഷേധിക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് നിങ്ങൾ പോകുന്നോ എന്ന സംശയം ഉയർത്തുന്നത് അവിടെയാണ്. ഈ തരുണത്തിലും, അതായത് ഈ സാഹചര്യത്തിലും, കേസിന്റെ ഇപ്പോൾ ഭാസുരേന്ദ്രൻ ബാബു പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിൽ പോലും നിങ്ങൾ എന്തിനു വല്ലാതെ ദിലീപിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? ഇതാണ് ഉയരുന്ന ക്രീം ചോദ്യം. താങ്കൾ ഞാൻ പറഞ്ഞതിലെ പകുതി വിട്ടുകളഞ്ഞു, അതാണ് പ്രശ്നം. ഞാൻ പറയുന്ന പകുതി, ഞാൻ ചെയ്ത സിനിമയിൽ കാവ്യമാധവനെയും നവ്യ നായരെയും അടക്കം വീട്ടിൽ പോയി കഥ പറഞ്ഞിട്ട് പോലും ഡേറ്റ് തരാത്ത എനിക്ക് ക്ലീനായിട്ടൊരു ബ്ലാങ്ക് ചെക്ക് തരുന്ന പോലെ ഡേറ്റ് തന്ന കുട്ടിയാണ് ഇതിലിരയായിരിക്കുന്ന കുട്ടി. അപ്പോൾ എൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആ കുട്ടിയോടാണ്. പക്ഷേ ദിവസവും ചാനലിൽ വന്നിരുന്ന് ഈ കഥ പറയാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഒരു അനിയത്തിയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാണ്. എനിക്കെന്നും ആ നന്ദി ഉണ്ടാവും, കാരണം എനിക്ക് ഡേറ്റ് തന്ന കുട്ടിയാണ്. പക്ഷേ 1-2 ചാനലുകളിലെ ആശാമാരോടുള്ള വ്യക്തിവൈരാഗ്യവും ഇവിടുത്തെ കുറേ എന്താ പറയുക ജനങ്ങൾ വിശ്വസിക്കുന്നു, കുറേ തെളിവുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ചർച്ചകളിൽ നിന്ന് കിട്ടുന്ന മുക്കും മൂലയും വെച്ചിട്ട് ഇയാൾ തന്നെ ആയിരിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഇന്ന് അങ്കമാലിയിൽ ഇയാളുടെ ഭൂമിക്കെതിരെ കൊടി ഉയർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം ചെയ്യുന്നു. എറണാകുളത്ത് ഇയാൾക്കെതിരെ ഈ മന്ത്രിസഭ ഫുൾ സപ്പോർട്ട് ഇയാൾക്കാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് സമരം ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെയാണോ ഒരു കേസിലെ പ്രതിയാകി സംശയിക്കപ്പെടുന്ന ഒരാളിനോട് ട്രീറ്റ് ചെയ്യേണ്ട? എങ്ങനെയാണോ? ഈ ചാനലിൽ വന്നിരുന്നിട്ട് ശ്രീ പല്ലിശ്ശേരി താങ്കളിലേക്ക് എത്താം. ശ്രീ മമ്മി സെഞ്ചുറി, അതാണ് ആരായാലും, അതായത് ശാന്തിവിള ദിനേശൻ പറഞ്ഞതിനെ കൂടുതൽ ഒന്ന് വികസിപ്പിച്ച് ഞാൻ പറയാം. അതായത് സാക്ഷാൽ ദാവൂദ് ഇബ്രാഹിമോ അല്ലെങ്കിൽ വീരപ്പനോ പോലും മറുവശത്ത് വന്നു നിന്നാൽ കൃത്യമായ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്ന ഒരു പൗരന്റെ കണിശതയുള്ള ജാഗ്രതയാണ് ദിലീപിന് വേണ്ടി ഇവിടെ സംസാരിക്കുന്നത്. അനാരോഗ്യമായ പല പ്രവണതകളും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഭൂപ്രശ്നങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം, അതിലേക്കൊക്കെ ചർച്ച പോകുന്നതിന് മുമ്പ് ശാന്തിവിള ദിനേശന് ഒരു മറുപടി നൽകൂ മമ്മി, ശ്രീ മമ്മി. അല്ല അജിംഷാദേ, ഇവിടെ വന്നിട്ടുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇത് പണ്ടൊക്കെ സിനിമാ നടന്മാർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുക എന്നുള്ള ഒരു പണി മാത്രമേ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ഇന്നതല്ല. ഇന്നത്തെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് അവർക്കില്ലാത്ത ബിസിനസ്സില്ല. ഭൂമാഫിയ എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം പണിയായിട്ട് മാറി. നമുക്ക് പ്രേംനസീറിന്റെ കാലഘട്ടമൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം. അദ്ദേഹമൊക്കെ എത്രയോ വലിയ നിലയിലായിരുന്നു. ഇപ്പോൾ ഒരുപാട് സ്റ്റാറുകളുണ്ട്, പക്ഷെ അന്ന് ഒറ്റ സ്റ്റാറുള്ളൂ, വാല്യൂ ഉള്ള ഒരു സ്റ്റാറുള്ളൂ, അത് പ്രേംനസീറാണ്. ആ പ്രേംനസീറിന്റെ കാലത്തൊക്കെ പ്രേംനസീറിന്റെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടത്, ഒരു പടം ഒരു നിർമ്മാതാവ് ചെയ്തു, ആ പടം പരാജയപ്പെട്ടാൽ അദ്ദേഹം ആ നിർമ്മാതാവിന്റെ വീട്ടിൽ ചെന്ന് അടുത്ത പടം ചെയ്തോളൂ, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് പടം ചെയ്യിച്ച ആളുകളാണ്. അതിലേക്കൊന്നും കടക്കുന്നില്ല. അന്ന് നടന്മാരാരായാലും ശരി, അവർക്കൊക്കെ ഒറ്റ ചിന്തയേ ഉള്ളൂ, അഭിനയിക്കുക, അഭിനയം നന്നാക്കുക, അതിൻ്റെ പൈസ മേടിക്കുക, ഇതുള്ളൂ. ഇന്നതല്ല. ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുകയാണ്. അത് നിർമ്മാതാവായിരിക്കും, നേരത്തെ പറഞ്ഞു, നിർമ്മാതാവായിരിക്കും, വിതരണക്കാരനായിരിക്കും, തിയേറ്റർ ഉടമയായിരിക്കും, അഭിനയിക്കുന്ന ആളായിരിക്കും, ഭൂമാഫിയായിരിക്കും, അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. ഓരോ കാര്യങ്ങൾ കൂടുന്തോറും അതനുസരിച്ച് അവർക്ക് ഇതിൻ്റെ മാഫിയകളും വളർന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ തെറ്റാണ്. ഇപ്പോൾ ശാന്തിവിള പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ബ്ലാങ്ക് ചെക്ക് തരുന്നത് പോലെ കാവ്യമാധവൻ്റെയും മഞ്ജു വാര്യരെയും ഒക്കെ അടുത്ത് ചെന്നിട്ട് ഡേറ്റ് തരാതെ ചെന്നപ്പോൾ ഡേറ്റ് ചെന്ന് എന്തുകൊണ്ട് ഈ നടിക്ക് മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വരുന്നില്ല? എനിക്കത് മനസ്സിലാവുന്നില്ല. അതിന് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രീതി തന്നെ ശരിയല്ല. അത് ശാന്തിവിള പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളെപ്പോഴും എപ്പോഴും
ആ ഇരയാക്കപ്പെടുന്നവരുടെ കൂടെ തന്നെയാണ് എന്ന് വിചാരിച്ച് ദിലീപ് കുറ്റക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ മേടിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെയൊക്കെ കുഴപ്പം ഇതാണ്, ഈ അഭിനയം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് വിട്ടുകൊണ്ട് എല്ലാം പിടിച്ചെടുക്കണം എന്നുള്ള ഒരു രംഗത്തേക്ക് ഈ സൂപ്പർ സ്റ്റാറുകൾ മാറിയിരിക്കുന്നതാണ് ഇന്നത്തെ കുഴപ്പം. സാഗ അപ്പച്ചൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പണ്ടൊക്കെ മധുമൊക്കെയുള്ള കാലത്ത് നിർമ്മാതാവിനെ കണ്ടാൽ എണീറ്റ് നിൽക്കുന്ന ഒരു കാലഘട്ടം, നിർമ്മാതാവിന്റെ ഒപ്പം ഇരിക്കുന്ന കാലഘട്ടം, നടനെ കാണുമ്പോൾ നിർമ്മാതാവ് എണീക്കേണ്ട കാലഘട്ടം. അതാണ് ഈ സിനിമയുടെ പ്രശ്നം. ശ്രീമമ്മി നില്ല് ശാന്തിവിളയിലേക്കും കൂടി പോകാം. ഈ ഇതിനും കൂടി മറുപടി പറയൂ. അതായത് ശ്രീ ഭാസുരേന്ദ്ര ബാബു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിങ്ങളുടെ ആ പഴയ യുക്തി വെച്ചിട്ട് ഇപ്പോഴും കാര്യങ്ങൾ സംസാരിക്കരുത്. അങ്ങനെ ഒരു ജാഗ്രത സമൂഹത്തിന്റെ അനാരോഗ്യ പ്രവണതകൾക്കെതിരെയുള്ള ജാഗ്രത കൂടിയുണ്ട് ഈ ദിലീപ് പക്ഷത്തിന്. ദിലീപ് പക്ഷം എന്ന് വിളിച്ചുകൂടാ ഒരു പക്ഷേ ശാന്തിവിളയെ പോലെ ഞാനും വിളിക്കുന്നില്ല. ശാന്തിവിള ആദ്യം മുതൽ അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് അദ്ദേഹം പറയുന്നതിന്റെ സ്നേഹിതനായതുകൊണ്ടാണ്. അദ്ദേഹത്തോട് ചോദിക്കും. അല്ല, ഈ കേസിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. ഹൈക്കോടതി വരെ ഗൗരവതരമായൊരു പരിഗണന ഇത് കൊടുക്കുന്നത് സ്ത്രീ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അനിയത്തിയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കാൽ ഷീറ്റ് കൊടുത്ത അനിയത്തിയാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണ രംഗത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സ്നേഹിതനുമാണ്. ആരുടെ കൂടെ നിൽക്കും ഒരാൾ എന്നത് അയാളുടെ ജനാധിപത്യ ബോധത്തെ ആസ്വദിച്ച, സാമ്പത്തിക ബോധത്തെ ആസ്വദിച്ചല്ല. ഇവിടെ ആരുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഈ ഹൈക്കോടതി ഈ ഇപ്പോൾ ജാമ്യത്തെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിലപാട് വന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ സാമ്പത്തിക ബന്ധങ്ങളിലാണെങ്കിൽ ജനാധിപത്യ ബോധത്തിലല്ല എങ്കിൽ അത് അങ്ങേയറ്റം സഹതാപാർഹമായ ഒരു അവസ്ഥയാണ്. അതിനും കൂടെ ചേർത്ത് മറുപടി പറയാം. അതിന്റെ പ്രധാന കാര്യം, ഞാൻ 32 വർഷമായി സിനിമയിൽ വന്നിട്ട് ഈ സിനിമാക്കാർക്ക് അറിയാം ദിനേശ് ആരെന്ന്. അതുകൊണ്ട് അതിന് ബാബു സാറിന് ഞാൻ മറുപടി പറയുന്നില്ല. അടുത്ത് മമ്മി സെഞ്ചുറിയോട് എനിക്ക് പറയാനുള്ളത്, ഒരു നടി പ്രൊഡ്യൂസറുടെ കാറിൽ കയറി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ കാർ വിറ്റ് കളഞ്ഞ ടി വാസുദേവൻ സാറിനെ പോലുള്ളവർ ഭരിച്ച മലയാള സിനിമയിൽ ഈ മമ്മി സെഞ്ചുറി അടക്കമുള്ള നിർമ്മാതാക്കൾ ആ ലെവലിലാണോ ഇന്ന് സിനിമ എടുക്കുന്നത്? അത് തന്നെയാണ് മലയാള സിനിമയുടെ അപജയം എന്ന് ഞാൻ പറയും. കണ്ടവൻ്റെ കാശ് വാങ്ങി എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി സിനിമ എടുക്കുന്ന നിർമ്മാതാക്കളെ ഞാൻ ബഹുമാനിക്കില്ല. അത് തന്നെയാണ് മലയാള സിനിമയുടെ അപജയം. പിന്നെ അയാൾ വിതരണക്കാരനായി, തിയേറ്റർ ഉടമയായി, അയാൾ വലിയ നടനായെങ്കിൽ അത് അയാളുടെ കഴിവ്. അതിനെ നമ്മൾ നോക്കിയെന്ന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ശ്രീ മമ്മി സെഞ്ചുറി പെട്ടെന്നൊരു മറുപടി കൊടുക്കും. ഒരു ഇടവേള അനിവാര്യമാണ്. ഇങ്ങനെ ഇടവേളയ്ക്കായി PCR-ൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും പെട്ടെന്നൊരു മറുപടി കൊടുക്കും. അല്ല, അത് ദിനേശ് സ്വന്തം കാശ് മുടക്കി സിനിമ എടുത്തുകൊണ്ട് തന്നെയാണ് ഒരു നിർമ്മാതാവ് വരുന്നത്. നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് വല്ലവരുടെയും ചെലവിൽ വന്ന് സിനിമാക്കാരനാകുന്നത്. നിർമ്മാതാക്കളെ കുറ്റം പറയാൻ ശാന്തിവിള ദിനേശിന് യാതൊരു യോഗ്യതയുമില്ല. സ്വന്തം പൈസ മുടക്കാതെ ഒരു നിർമ്മാതാവും ആദ്യത്തെ സിനിമ എടുക്കില്ല. ശാന്തിവിള ദിനേശിനെ പോലെയുള്ളവർ വല്ലവരുടെയും ചെലവിൽ വന്ന് സിനിമാക്കാരനായി വന്ന് ഈ സംസാരിക്കുന്നത് ശരിയല്ല. നിർമ്മാതാവിന് പണം മുടക്കാൻ ആളില്ല. തീർച്ചയായും ഞാൻ ഇടപെടുകയാണ്. ഇനി ദിലീപിന്റെ കയ്യിലുള്ള 6 ഏക്കർ 67 സെന്റ് മിച്ച ഭൂമി ഉള്ളതായി രേഖകൾ പറയുന്നു. ദിലീപ് 55 ഇടപാടുകളിലായി 21.6 ഏക്കർ ഭൂമി സമ്പാദിച്ചു. ഭൂപ്രശ്നം കൂടി ഇതിന്റെ പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യാവുന്നതാണ്. കാരണം ഈ സാമ്പത്തികമായ സ്വാധീന സമ്പന്നർ എന്ന് കോടതി പറയുമ്പോൾ അതിലൊക്കെ ആഡ് ചെയ്യാവുന്ന വാദങ്ങളാണിത്. തീർച്ചയായും അതിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ ഇടവേള. തീർച്ചയായും ശ്രീ പല്ലിശ്ശേരി, അതായത് ഭൂമിയുടെ പ്രശ്നം കൂടി നമുക്ക് കൂട്ടി വായിക്കാം. പല്ലിശ്ശേരിക്കെതിരെ ഉയർന്ന പല ആരോപണങ്ങൾക്കും ഈ കൂട്ടത്തിൽ മറുപടിയും പറയാം. ശാന്തിവിള ദിനേശിന് കൃത്യമായ മറുപടിയും നൽകാം. അതായത് ദിലീപിന്റെ കയ്യിൽ ഇപ്പോൾ 6 ഏക്കർ 67 സെന്റ് മിച്ച ഭൂമി ഉള്ളതായിട്ടാണ് കണക്കുകൾ എത്തുന്നത്. അതായത് ഒരു പൗരന് വെക്കാവുന്ന ഭൂമിയുടെ അളവ്, ഭൂപരിഷ്കരണ നിയമപ്രകാരം ഭൂമിയുടെ അളവ്, കുടുംബത്തിന് വെക്കാവുന്ന ഭൂമിയുടെ അളവ്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ദിലീപ് ഭൂമി വാങ്ങിയിരിക്കുന്നു. എങ്ങനെ വാങ്ങിക്കാനായി? സിനിമയിൽ മാത്രം ഇങ്ങനെ വിരാജിച്ചതുകൊണ്ട് സമ്പാദിക്കാവുന്നതാണോ ദിലീപിനുണ്ടായ ഭൂസ്വത്ത്? അങ്ങനെയാണെങ്കിൽ താങ്കളടക്കം പറയുന്ന ആ മാഫിയ കോക്കസിന്റെ സ്രോതസ് ദിലീപിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ കോടതി ഈ ഘട്ടത്തിൽ നിരീക്ഷിച്ചതിലെ പ്രതിയാക്കാൻ അല്ലെങ്കിൽ കുറ്റവാളിയാക്കാൻ ഉതകുന്നതല്ല ഇത്. പക്ഷെ ഇതിലേക്ക് പോകുന്ന യുക്തിക്ക് ആഡ് ചെയ്യുന്ന ചില സംഭാവനകളാണത്. അങ്ങനെയാണെങ്കിൽ പല്ലിശ്ശേരി പറയൂ. ഞാൻ ഭൂമിയുടെ കാര്യം എത്തുന്നതിന് മുൻപ് ഈ അപ്പുണ്ണി മുൻപ്
വക്കീലിന് 40 പ്രാവശ്യം വക്കീലിനെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 7 പ്രാവശ്യം നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അപ്പുണ്ണിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അതൊരു കാര്യം. രണ്ടാമത് ഭൂമിയുടെ കാര്യത്തിൽ അത് ദിലീപ് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമയിലെ വമ്പന്മാരായ പലർക്കും ഇത്തരം ഭൂമി മാഫിയായിട്ട് ബന്ധങ്ങളുണ്ട്. അത് ദിലീപ് വാ തുറക്കുകയാണെങ്കിൽ ഇവിടെ പല വലിയ നടന്മാരും വലിയ സംവിധായകരും നിർമ്മാതാക്കളും കൊടുക്കും. അത് തുറന്നു പറയേണ്ടത് ദിലീപിന്റെ ആവശ്യമാണത്. ലിസ്റ്റിൽ വരുന്നതാണോ? പക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ട് ശരി അല്ല, ഞാൻ ശാന്തിവിളയെ കുറിച്ച്, കാരണം ശാന്തിവിള എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. സിനിമയില് തെറ്റായ രീതിയിൽ സഞ്ചരിക്കാത്തൊരു വ്യക്തിയാണ്, തുറന്ന് സംസാരിക്കാറുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ ശാന്തിവിളയും ഞാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പ്രശ്നമല്ല, ദിലീപിന്റെ വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. എനിക്ക് ആ കാര്യത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. ശാന്തിവിളയ്ക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ശാന്തിവിള പറയുന്നു, എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോഴും ദിലീപ് അകത്തായപ്പോഴും നിരവധി പേരാണ്, ചെറിയ നടന്മാര്, ചെറിയ അഭിനേതാക്കള്, ചെറിയ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും അവരുടെ കണ്ണീരിന്റെ കഥയാണ് എന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പത്രപ്രവർത്തന വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് എത്രയോ വാർത്തകളാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ദിലീപിനും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണത്. പക്ഷെ തെറ്റല്ലാവരിക്കാം. ദിലീപ് തെറ്റ് ചെയ്തു. ദിലീപ് അല്ലെങ്കിൽ ദിലീപുമായി ബന്ധപ്പെട്ടവര്, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ദിലീപുമായി ബന്ധപ്പെട്ടവര് വളരെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇവിടെ പോലീസ് റിപ്പോർട്ട് പ്രകാരം ചോദ്യം ചെയ്യപ്പെടേണ്ട 2-3 പേരുണ്ട്. 2 സ്ത്രീകളെങ്കിലും മിനിമം ഇവിടെ ചോദ്യം ചെയ്യേണ്ടതാണ്. അത് പോലീസ് തന്നെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തോ? ചോദ്യം ചെയ്തത് എന്തായിരുന്നു? ഒരു കാര്യം ഉറപ്പാണ്, പോലീസ് വളരെ ബുദ്ധിപരമായിട്ടാണ് മുന്നോട്ട് നീക്കുന്നത്. അവർക്ക് വളരെ വ്യക്തമായ തെളിവുകളിട്ടുണ്ട്. അവർ ഇടപെട്ടിരിക്കുന്നത് ചെറിയ കേസല്ല, വലിയ കേസാണ്. അതുകൊണ്ട് വളരെ ശക്തമായിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോകും. നാം പറഞ്ഞു 2-3 ദിവസത്തിനുള്ളിൽ ഇനി അറസ്റ്റുകൾ നടക്കാം. അതൊക്കെ കാണുമ്പോഴും എങ്കിലും തെറ്റു തിരുത്താനും അഭിപ്രായം മാറ്റാനും ആർക്കെങ്കിലും സാധിച്ചെങ്കിൽ സാധിക്കട്ടെ. ഞാൻ എന്റെ നിലപാടിൽ ഇതുവരെ മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല. അങ്ങനെ മാറ്റം വരുത്തേണ്ടി വന്നാലാണ് തെളിവുകൾ മാറ്റേണ്ടി വരിക. എന്തായാലും എല്ലാതരം ഭൂസ്വാമികളും അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ശ്രീ ശാന്തിവിള ദിനേശൻ, അതായത് ഇതാണ് പ്രശ്നം. പല്ലിശ്ശേരി പറഞ്ഞതിൽ അടിവരയിടേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, എല്ലാവരും ശത്രുക്കൾ, ഡ്രൈവർ മുതൽ പ്രൊഡക്ഷൻ യൂണിറ്റ് വരെയുള്ള സാധാരണക്കാരായ മുതൽ വലിയ ഉയർന്നവർ വരെ ഒരു വറ്റത്തിൽ വലിയ രീതിയിൽ ദിലീപിനെതിരാകുന്നു. അത് യാദർശികമായി ഇടിവെട്ടുന്നത് പോലെ സംഭവിക്കുന്നതല്ലല്ലോ. 1. 2, ഭൂമി പ്രശ്നം. 6 ഏക്കർ 67 സെന്റിന്റെ ഭൂമിയാണ് ദിലീപിന് അധികമായുള്ളത്. 55 ഇടപാടുകൾ, 21.61 ഏക്കർ ഭൂമി. രജിസ്ട്രേഷൻ വകുപ്പ് ശേഖരിച്ച രേഖകളിലാണ് ഭൂമി സംബന്ധിച്ച ഈ വിവരമുള്ളത്. ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വെക്കാവുന്ന 15 ഏക്കർ ഭൂമി മാത്രമാണെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ദിലീപ് ഇടപാടുകൾ നടത്തിയിരിക്കുന്നു. ദിലീപ് കുഴപ്പക്കാരനാണ് എന്ന് സൂചിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പുണ്ണി കൂടി ഒളിവിലായിരിക്കുന്നു. ഇതിനെയൊക്കെ താങ്കൾ നിഷ്കളങ്കമായിട്ടാണോ കാണുന്നത്? നേരത്തെ ശ്രീ ഭാസുരേന്ദ്ര ബാബു ചോദിച്ചതുപോലെ ഈ ജനാധിപത്യത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിൽ എന്തുകൊണ്ട് താങ്കൾക്ക് ഇതൊന്നും താങ്കളുടെ ബുദ്ധിയിലേക്ക് ഉദിക്കുന്നില്ല? ഒന്നാമത്, ഞാൻ നന്നായിട്ട് കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളാ. പല്ലിശ്ശേരി ചോദിച്ചാൽ പറയും സിനിമയെക്കാളും ഞാൻ കൃഷി ചെയ്ത് താങ്കളുടെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആണ്. പക്ഷെ അതല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നത്, ഈ വസ്തു വാങ്ങിയാൽ കുഴപ്പമാവുമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായേ. അത് പോട്ടെ. ഈ സിനിമയിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഞാൻ പലരോടും സ്വകാര്യമായി ചോദിക്കാറുണ്ട്, ഈ അംബാനിക്ക് ഉച്ചയ്ക്ക് 2 ഊണ് ഉണ്ണാൻ പറ്റുമെന്ന്. ഒരു ഊണല്ലേ ഉണ്ണാൻ പറ്റും. നമ്മളിവിടെ അയ്യപ്പ ഹോട്ടലിൽ ഉണ്ണുമ്പോൾ പുള്ളി ചിലപ്പോൾ താജിൽ ഉണ്ണുമായിരിക്കും. പക്ഷേ ഈ പൈസ വന്ന് കയറുമ്പോൾ സിനിമാക്കാരനുണ്ടാവുന്ന ഒരു ആക്രാന്തമുണ്ട്. അതായത് ചായക്കട നടത്തുക, ഉദ്ഘാടനങ്ങളെന്ന് പറഞ്ഞ് ഒരു മാസം ഒരു 15 ഉദ്ഘാടനം, ബ്ലാക്ക് മണി കിട്ടാൻ വേണ്ടി ഒരു 15-25 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യുക. പിന്നെ ഗൾഫ് പ്രോഗ്രാം, അമേരിക്കൻ പ്രോഗ്രാം, കാസറ്റ് ഇറക്കൽ, അത് ചെയ്യൽ, ഇത് ചെയ്യൽ, കാശിന് വേണ്ടിയുള്ള വെപ്രാളമാണ്. ഈ വെപ്രാളങ്ങളെല്ലാം ഇവരെ കൊണ്ടുവന്ന് കുഴപ്പത്തിൽ ചാടിക്കുമെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവായി ഞാൻ ഈ ദിലീപിൻ്റെ അനുഭവം എടുക്കുന്നു. ഒന്നുമില്ലെങ്കിലും ആ ലോക്കപ്പിൽ കിടക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കട്ടെ, ഞാൻ എന്തിനിതൊക്കെ നേടി, അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി. അത് സ്വയം വിമർശിച്ച് പഠിക്കാനെങ്കിലും ദിലീപിന് ഇത് ഗുണം ചെയ്യും. കാരണം നല്ല 6-7 കള്ളന്മാരെ കൂടെ പുള്ളിയെ കൊണ്ട് കിടത്തിയിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ. അയാൾ അവിടെ കിടന്ന് ആലോചിക്കട്ടെ. പക്ഷേ ഒരു ദിലീപല്ല മലയാള സിനിമയിൽ. ഇവിടെ പല ബിസിനസ്സുകളും, വഴിവിട്ട ബിസിനസ്സുകൾ അടക്കം ചെയ്യുന്ന, ദുബായിൽ ബിസിനസ് ചെയ്യുന്ന, അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് സിനിമാക്കാർ, അത് നടീനടന്മാർ മാത്രമല്ല,
നല്ല ഇരുത്തം വന്ന സംവിധായകരുണ്ട്, നല്ല നിർമ്മാതാക്കളുണ്ട്. സ്വകാര്യമായി വാർത്ത കഴിയുമ്പോൾ നമ്മുടെ മമ്മിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഇവരെല്ലാം ഈ വഴിവിട്ട ബിസിനസ്സുകാർ തന്നെയാണ്. അങ്ങനെയുള്ളവരെ ഈ ഒരു കേസിൻ്റെ പേരിലെങ്കിൽ ഇനിയെങ്കിലും മാന്യമായ രീതിയിൽ ജീവിക്കാൻ ഒരു വഴി ഇതിലൂടെ തുറക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. തീർച്ചയായും ശ്രീ മമ്മി സെഞ്ചുറി, അതായത് സിനിമയുടെ പടലപ്പടക്കങ്ങൾ എന്നതിനപ്പുറത്തേക്ക് നാട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ ഈ കേസിന് വെളിച്ചം വെച്ച് പോകുമോ എന്ന ധാരണയൊന്നും എനിക്കില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാകട്ടെ. അതായത് ചിറയൻകീഴിലെ ആ മഹാനായ സൂപ്പർ സ്റ്റാർ ഭൂമി സമ്പാദിച്ചാൽ അദ്ദേഹത്തിന് ഭൂസ്വത്തുക്കളുണ്ട് ഒരുപാട് എന്ന് പറയും. ദിലീപ് ഭൂമി സമ്പാദിച്ചാൽ പറയും അത് ഭൂമാഫിയയാണെന്ന്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഞങ്ങൾ പുറത്തുവിട്ട ദിലീപിൻ്റെ വസ്തുവകകളുമായി ബന്ധപ്പെട്ട ഹാരിസൺ മലയാളത്തിൻ്റേത് അടക്കമുള്ള ഭൂപ്രശ്നങ്ങളെ പുറത്തെത്തിച്ച ലെസ്ലി ജോൺ എന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ തന്നെയാണ് ദിലീപിനെതിരെ ഈ വാർത്തയും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നത് പീപ്പിൾ TV ചർച്ച ചെയ്തതാണ്. അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റവന്യൂ വകുപ്പിൻ്റെ ഏകീകരണമില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ ദിലീപിൻ്റെ വിഷയത്തിലും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം വിശാലമായ പല കാര്യങ്ങളിലേക്കും പോകുന്നതിന് മുമ്പ് എന്തിനാണ് ദിലീപിനെയും മറ്റുള്ളവരെയും രണ്ടു കള്ളികളിലാക്കി കാര്യങ്ങളെ കാണുന്നത്? ഇതാണ് ശാന്തിവിള പറഞ്ഞതിൻ്റെ ആറ്റിക്കുറുക്കൽ. അല്ല, ശാന്തിവിള ദിനേശ് ഇപ്പോൾ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യങ്ങളാണ്. നമ്മൾ സത്യം പറയുമ്പോൾ സത്യമാണെന്ന് സമ്മതിക്കണം. പുള്ളി പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞതും ഇത് തന്നെയാണ്. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ ശ്രദ്ധിക്കാതെ പല വഴിക്ക് പോയിക്കൊണ്ട് എല്ലാം നമ്മൾ പിടിച്ചെടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ എവിടെയും പ്രശ്നം വരും. ഏതാൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. അത് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു ശാന്തിവിള ദിനേശ്. ഞാൻ പറഞ്ഞല്ലോ, സിനിമയായിരുന്ന സിനിമ അത് പിടിച്ചടക്കി. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ആ സിനിമ അത് താരങ്ങളുടെ കീഴിലാക്കി, സംവിധായകരെ പോലും അകറ്റി നിർത്തിക്കൊണ്ട് താരങ്ങളുടെ കീഴിലാക്കിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ, ഞാനും ദിനേശൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താരം വിചാരിക്കണം ആര് സിനിമ ചെയ്യണം, ആര് നിർമ്മാതാവാകണം, ആര് സംവിധാനം ചെയ്യണം. ഈ താരം തീരുമാനിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ദിനേശൊക്കെ ഒരേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിനേശ് എന്തിനു വേണ്ടി പറയുന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ സത്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൂമാഫിയ അല്ലെങ്കിൽ നസീർ സാർ അന്ന് വാങ്ങിച്ച ഭൂമി അദ്ദേഹം വാങ്ങിച്ചു, ഇപ്പോൾ വാങ്ങിക്കും. നസീർ സാറിന് അങ്ങനെ ഭൂമാഫിയ, ഭൂമി കച്ചവടമൊന്നും ഉണ്ടായിട്ടില്ല. ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇതുവരെ ഒരു ഭൂമി കച്ചവടമുണ്ട്. വേറെ ബിസിനസ് പോലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം വന്ന് ഒരു കാർബൺ കമ്പനി, അതും സിനിമയോട് ബന്ധപ്പെട്ട് സിനിമയ്ക്ക് ആവശ്യമായ ഒരു കാർബൺ കമ്പനിയാണ് നമ്മുടെ കരിമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്തത്. അത് തന്നെ അദ്ദേഹത്തിന് ഫ്ലോപ്പായിരുന്നു. അദ്ദേഹം വിജയിച്ചില്ല അതിൽ. എന്നുവെച്ചാൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നില്ല, ഒരു ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു. ഇന്നത്തെ ആർട്ടിസ്റ്റുകളിൽ പലരും ആർട്ടിസ്റ്റുകളെക്കാൾ വലിയ ബിസിനസ്സുകാരാണ്. ബിസിനസ് ചെയ്ത് അവർക്ക് പൈസ ഉണ്ടാക്കി. അതിന് നിങ്ങളുടെ സിനിമ തന്നെയല്ലേ കുറ്റക്കാരായത്? അതായത് ആർട്ടിസ്റ്റ് മാത്രമായി ജീവിക്കുകയും, ശ്രീ മമ്മി, ആർട്ടിസ്റ്റ് മാത്രമായി ജീവിക്കുകയും അവസാനം ചോര തുപ്പി മരിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയിൽ ഒരു കൈ സഹായവും ഒരു കുമ്പിൾ വെള്ളവുമായി നിങ്ങളാരും പോകാത്ത നന്ദികേടിന്റെ കഥകളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യമാണ് ഇത്തരം ഉള്ളവരെ സൃഷ്ടിക്കുന്നതെന്ന് മറുപക്ഷവും ഉണ്ട്. മമ്മി, ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് എന്നോട് പണിയില്ലാതിരിക്കുന്ന ഒരു ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം മനസ്സിലാക്കി. എന്താണെന്ന് വെച്ചാൽ, ഒരു നിർമ്മാതാവ് പൊട്ടിപ്പൊളിഞ്ഞ് 10 പൈസ കയ്യിലില്ലാതെ നമ്മളെ റോട്ടിൽ വെച്ച് കണ്ടാൽ അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് ചായ കുടിച്ചിട്ട് പോകാം എന്നാണ് പറയുന്നത്. എൻ്റെ കൂടെ അന്ന് പട്ടിണി കിടന്ന് ടെക്നീഷ്യനായ ഒരാൾ കോടികൾ സമ്പാദിച്ച് ബെൻസ് കാറിൽ ഇറങ്ങുമ്പോൾ നമ്മളെ റോട്ടിൽ വെച്ച് കണ്ടാൽ ഹായ് എന്നൊന്ന് കാണിക്കും. ഒരു ചായ കുടിക്കണോ, എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാറില്ല. ആ ചോദിക്കുന്നത് നിർമ്മാതാവാണെന്ന് ഒരു ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞ ഒരു കഥയാണ് ഞാനിതിൽ ഓർക്കുന്നത്. ഞാൻ പറയാം, പണ്ട് കാലത്തൊക്കെ ഇന്നുമുണ്ട്. ഇന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മെമ്പറാണ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളാണ്. ഒരു അമ്മയുടെ കമ്മിറ്റി ഒരു കാരണവശാലും ഒരു നിർമ്മാതാവിന് ഒരു സഹായവും ചെയ്തിട്ടില്ല. ഒരു ഫെഫ്കയുടെ, ഞാനും കൂടി ഉള്ളതാണ് ഫെഫ്ക, ആ ഫെഫ്കയുടെ കമ്മിറ്റിയും ചെയ്തിട്ടില്ല. പക്ഷെ നിർമ്മാതാക്കളുടെ കമ്മിറ്റി ഒരു സാങ്കേതിക
വിദഗ്ധന്, ഒരു ടെക്നീഷ്യന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ തന്നാൽ 25,000 രൂപ ആ നിമിഷം അനുവദിക്കും. അതാണ് നിർമ്മാതാക്കളുടെ സംഘടന. നിർമ്മാതാക്കൾ സഹായിച്ചിട്ടുള്ളത് പോലെ നമുക്ക് ഇപ്പോഴത്തെ കാര്യം ഒരു മിനിറ്റ് അങ്ങനെയാണെന്ന് പറയരുത്. അല്ല, ഒരു കാര്യം കൂടി പറയാം, ഒറ്റ കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ അമ്മയുടെ മെമ്പറായ ശ്രീ TP മാധവന്റെ കഥയൊക്കെ നമുക്കറിയാം. അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു ഈ അമ്മയുടെ തുടക്കകാലത്തൊക്കെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഗതി എന്ത് സഹായിക്കുന്നുണ്ട്? അപ്പോ നിർമ്മാതാക്കൾ എന്നും സഹായിച്ചിട്ടുണ്ട്, ഇനിയും സഹായിക്കും. ഞാൻ എന്നാലും ഞാൻ പറയുന്നു, എന്നും നിർമ്മാതാക്കളുടെ കൈകളിലിരുന്നപ്പോൾ സിനിമ സുരക്ഷിതമായിരുന്നു. തീർച്ചയായും അങ്ങനെ ആരോഗ്യപരമായ അവസ്ഥയിലേക്ക് ആ സാംസ്കാരിക ഇടം വരട്ടെ, അതിനൊക്കെ കാരണമാകട്ടെ ഇതെന്നാണ് തന്നെയാണ് ആശംസിക്കുന്നത്. തീർച്ചയായും ചർച്ച തുടരും. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ഒരു മനുഷ്യൻ വീണ് കിടക്കുമ്പോൾ അവൻ്റെ മുകളിൽ ആണിയടിക്കാനുള്ള മനുഷ്യ സഹജമായ ചില വാസനകൾ മലയാളിക്കുമുണ്ട്. ദിലീപ് എന്ന ഒരു ജനപ്രിയ നടൻ ഒന്ന് കുടുങ്ങി ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അവനെതിരെ ചാമ്പ്, ഇതാണ് സാധാരണക്കാർ പറയുന്ന ഭാഷ, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. അത് ഞാൻ കോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇത്തരത്തിലൊരു കാര്യമാണോ സിനിമയിൽ ഓടിക്കളിക്കുന്ന ഒരാൾക്ക് ഇത്രയേറെ ഭൂമി ഉണ്ടാകുന്നത് കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നതിനെ അങ്ങനെ കാണാമോ? മറിച്ചുള്ള എന്ത് യുക്തിയാണ് താങ്കൾക്ക് നിരത്താനുള്ളത്? അല്ല, അതിനകത്ത് ഞാൻ ഈ ഭൂമിയുടെ കാര്യത്തിൽ രണ്ടാമത് വരും. ഞാൻ ആദ്യം അത് ദിലീപുമായി ബന്ധിപ്പിച്ച ഇഷ്യൂസ് മുഴുവൻ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്, അദ്ദേഹം എനിക്കൊരു പരിചയമുള്ള ഒരാളല്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്രോച്ച് ചെയ്യുന്ന ഒറ്റ കാര്യത്തിൽ നിന്നാണ്, പീഡിപ്പിക്കപ്പെട്ട നടിയിൽ നിന്നാണ് ഇതിൻ്റെ ചർച്ച മുഴുവൻ ഞാൻ ആരംഭിക്കുന്നത്. തെളിയിക്കപ്പെട്ടത് എന്താ? ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടു, അതാണ് അതുള്ളതാണ്, അതിനൊരു തെളിവുണ്ടല്ലോ. ആ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ആര് ചെയ്തു ഇതാണല്ലോ അന്വേഷിക്കുന്നത്. ആര് ചെയ്തു എന്നുള്ള അന്വേഷണം നടത്തുമ്പോൾ അതിൻ്റെ സംശയങ്ങൾ ഇയാളിലേക്ക് എത്തുന്നു, അതാണ് പ്രശ്നം. അങ്ങനെ എത്തുന്നതിന് കാരണം പോലീസിന് പൂർണ്ണമായി സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. നോക്ക്, പ്രജീഷ് ചാക്കോയെ പോലുള്ള വക്കീലന്മാർ കിടന്നു നെട്ടോട്ട് ഓടേണ്ടി വരുമെന്ന് അവർ തന്നെ പ്രതീക്ഷിച്ചോ? ദിലീപ് സംരക്ഷിക്കുമെന്ന് വിചാരിച്ചല്ലേ, ആശ്രയം ചെയ്തതല്ലേ? ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ അവസ്ഥ വന്നു ചേർന്നു. അതിൻ്റെ പല കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഭൂമി കച്ചവടം. ഇപ്പോൾ പ്രജി പറയാൻ ഭൂമി കച്ചവടം നടത്തിയ എന്താ കുഴപ്പം? റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കൃത്യമായും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വകുപ്പ് തന്നെയാണ്. സ്വീകരിച്ച ഭൂപരിഷ്കരണ പരിധികൾക്കപ്പുറത്തേക്ക് അവിടെയാണ് 15 ഏക്കർ എന്നുള്ളതിനകത്ത് അദ്ദേഹത്തിന് 21.6 ഏക്കർ വരുന്നു. അതുകൊണ്ടാണ് 6.7 ഏക്കർ വരുന്നത്. ഞാൻ പറഞ്ഞത് അതൊക്കെ വിടുക. ദിലീപിന്റെ അല്പത്വം വിളംബരം കഴിയുന്നതല്ലേ? നോക്കൂ, അദ്ദേഹം ഒരു തിയേറ്റർ, പല തിയേറ്ററുണ്ട്. ഒരു തിയേറ്ററിന്റെ പേര് ദിലീപ് സിനിമാസ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു പണക്കാരൻ സ്വന്തം തിയേറ്ററിന് സ്വന്തം പേരിട്ടുണ്ടോ? എൻ്റെ അജിംഷാദെ. അതുകൊണ്ടും തീർന്നില്ല, അദ്ദേഹത്തിന്റെ ചിത്രവും വെച്ചു. താങ്കളുടെ സാധാരണഗതിയിലുള്ള വിശാല കാഴ്ചപ്പാടിന് അപ്പുറത്തേക്ക് പോകുന്നു സംശയിക്കുന്നു. അതൊക്കെ ഒരു പുതു പണക്കാരന്റെ അല്പത്വമായിട്ട് ആരും എടുക്കാം. ലിബർട്ടി ബഷീറിനോടുള്ള 4-5 തിയേറ്റർ, ബഷീർ എന്ന് പറഞ്ഞ തിയേറ്റർ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ ബി തിയേറ്റർ എന്നൊക്കെ പറയുന്ന പോലെയല്ലേ ഉള്ളൂ. അതൊക്കെ അതിനെക്കുറിച്ച് ഒരു ആക്ഷേപം വന്നിരിക്കുന്ന മണിയും കൂടെ ചേർന്നായിരുന്നുവെന്നും DM സിനിമാസിനായിരുന്നു പേരിടാൻ ആഗ്രഹിച്ചിരുന്നതെന്നൊക്കെ ഉള്ള ആക്ഷേപം വന്നിട്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ ഭൂമി ആർജിക്കുമ്പോഴും അവിടെയും മിച്ച ഭൂമി കൂടെ എടുത്തിട്ടാണ് ഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത്. അതും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം എവിടെയൊക്കെ ചെന്ന് ഭൂമി എടുത്തു, അവിടെയും മിച്ച ഭൂമി വന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് എവിടെയൊക്കെ ചെന്ന് തൊട്ടോ അതൊക്കെ വളരെ ക്ഷിപ്ര സ്വഭാവത്തോടു കൂടി പണസമാഹരണത്തിന് കഴിയുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സിസ്റ്റം അദ്ദേഹത്തിനുണ്ട്, തെറ്റായ ഒരു സിസ്റ്റം. ഞാൻ പറയുന്നത് നോക്കൂ, ശാന്തിപുര ദിനേശ് മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഓണം വരികയാണ്. ഓണത്തിന് വൻതോതിൽ വിപണി തുറക്കുമ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ പണക്കാർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, എന്റർപ്രണേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് സിനിമാ താരങ്ങളെ വെച്ചുള്ള പരസ്യം വേണ്ട. കാര്യം സിനിമാ താരങ്ങളെ വെച്ച് പരസ്യം ചെയ്താൽ അത് കാണാൻ ആളുണ്ടാവില്ല. അതാണ് അവസ്ഥ. ഇൻഡസ്ട്രിക്ക് അദ്ദേഹം ചെയ്തു കൊടുത്ത വലിയ മഹത്തരമായ കാര്യമാണ്. ഈ അവസാനം അദ്ദേഹം അഭിനയിച്ചതിന് 1.5 കോടിയാ കിട്ടിയെന്ന് പറയുന്നു. എനിക്ക് അതിൻ്റെ അറിയില്ല. അവസാനം ഘട്ടങ്ങളിൽ അഭിനയിച്ച 14 സിനിമകളിൽ 9 സിനിമയും പൊട്ടുകയും ചെയ്തിരിക്കുന്നു. ഈ അർത്ഥത്തിൽ താരമെന്ന നിലയ്ക്ക് ഗണനീയമായൊരു സ്ഥാനം അദ്ദേഹത്തിന് ഇല്ല മലയാള സിനിമയിൽ. ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് ചെയ്യാവുന്ന പരിമിതിക്കകത്ത് നിന്നുള്ള കളികളെ അദ്ദേഹത്തിന് അറിയൂ. അതുകൊണ്ട് സ്ഥിരസമ്മതമായ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിന്റെ കാര്യത്തിനും
ദിലീപിനെ അന്വേഷിച്ച ഒരു പ്രൊഡ്യൂസറോ സംവിധായകനോ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ അനുപമമായി ഈ പണം സമാഹരണത്തിന് ആണ് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം റിയൽ എസ്റ്റേറ്റിലേക്ക് മാന്യമായി പോകണമായിരുന്നു. അതിന് ഒരു നടൻ്റെ ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യരുതായിരുന്നു. മോഹൻലാൽ നടത്തുന്നുണ്ടല്ലോ ബിസിനസ് നടത്തുന്ന എന്തെതിരാണ്? അത് ചെയ്യുന്ന രീതികളുണ്ട്, അതിന് സർക്കാരുമായി ചെയ്യേണ്ട വ്യവസ്ഥകളുണ്ട്, ഭരണഘടനാപരമായ മാർഗങ്ങളുണ്ട്. ഇതൊന്നും വെക്കാതെ പണക്കിഴിയുമായി ഇറങ്ങുക, കുറെ എന്താ പറയാ, ഇദ്ദേഹം പറഞ്ഞ മാതിരി കൂടെ ഗുണ്ടകളുടെ സഹായം സ്വീകരിക്കുക, അത് ഒരു സ്വയം ഗവൺമെന്റായി മാറുന്ന രീതിയാണ്. അതൊക്കെ ശരിയാണ്. ശ്രീ ഷോൺ ജോർജ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഷോൺ ജോർജ്, താങ്കളിലേക്ക് എത്താം, താങ്കൾ ദയവായി തുടരണം. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഈ വ്യക്തിയുടെ സിസ്റ്റം കുഴപ്പമാണെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെല്ലാം ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ ചില സിസ്റ്റമാണ് നമ്മുടെ പൊതു സിസ്റ്റവും. ഭൂനിയമം സംബന്ധിച്ച ന്യൂനതകളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഴച്ചേൽക്കുന്നത്. പല ജില്ലകളിലായി പല വില്ലേജിലായി ഭൂമി വാങ്ങിച്ചു കൂട്ടിയാൽ ഇതിനെയൊക്കെ ഏകീകരിച്ച് നോക്കാനും സ്ക്രീൻ ചെയ്യാനുമുള്ളൊരു സംവിധാനം നമ്മുടെ സിസ്റ്റത്തിൽ അപര്യാപ്തതയുണ്ട്. അതൊക്കെ ഒരു പൗരന് മുതലെടുക്കാമോ എന്നുള്ള രണ്ടാമത്തെ വിഷയം. പക്ഷേ ആ സിസ്റ്റം കൂടിയുണ്ട്. തീർച്ചയായും ശ്രീ പ്രിജി, താങ്കൾക്ക് മറുപടി പറയാൻ സമഗ്രത ലഭിക്കും. താങ്കൾ ദയവായി തുടരൂ. ഇപ്പോൾ നമ്മോടൊപ്പം ഷോൺ ജോർജ് കൂടിയുണ്ട്. ശ്രീ ഷോൺ ജോർജ്, PC ജോർജിന് അടക്കം ഈ നേരത്തെ ചില ആരോപണങ്ങൾ ഉണ്ടായല്ലോ. ആ ആരോപണങ്ങളിൽ PC ജോർജ് എടുത്ത സ്റ്റാൻഡിന് ഒരുപക്ഷെ എതിരാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വിശദീകരണത്തിനായി നോട്ടീസ് അയച്ചിരിക്കുന്നു. ശ്രീ AV ജോർജ് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എന്തായാലും അത് PC ജോർജിനെ വിരട്ടാനാണ് എന്ന് നാം ആരും തെറ്റിദ്ധരിക്കില്ല. കാരണം അങ്ങനെ ഒരു കാര്യത്തിൽ വിരളുന്ന ആളല്ല ശ്രീ PC ജോർജ്. എന്താകും ഈ നോട്ടീസിനോടുള്ള പ്രതികരണം? എനിക്ക് അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ ഇപ്പോഴും അറിയില്ല. ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ഈ സംഭവത്തിൽ ഇതിന്റെ പുറകിൽ ഗൂഢാലോചന ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ ആരോപണത്തിന് ഒരു വിശദീകരണം ചോദിക്കും എന്ന് മാത്രമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്തുകൊണ്ട് ഈ ആരോപണം ഉന്നയിച്ചു എന്നതിനെ സംബന്ധിച്ചാണ് അവർക്ക് വിശദീകരണം ചോദിക്കേണ്ടതുള്ളൂ. ഇന്ന് ഇപ്പോ ഞാൻ ഇതുവരെയുള്ള ചർച്ച കാര്യങ്ങൾ ഞാൻ കേട്ടില്ല. ഏറെക്കുറെ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ജഡ്ജ്മെന്റിന്റെ കോപ്പി എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കും തോന്നുന്നു. ഞങ്ങളത് ചർച്ച ചെയ്ത് അതിന്റെ ആ ഘട്ടം കഴിഞ്ഞതാണ്. പറയൂ, എന്നാലും ആ ഘട്ടം കഴിഞ്ഞാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞോളൂ. എന്താണ് എന്തുകൊണ്ടാണ് ജാമ്യം തള്ളിയതിനെ സംബന്ധിച്ച് വ്യക്തമായി അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 പ്രാവശ്യം തന്നെ ആ ജഡ്ജ്മെന്റിൽ കൃത്യമായി അത് ഏർലി സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് കൃത്യമായ തെളിവുകൾ കണ്ടെടുക്കാൻ പോലീസിന് ഈ സമയത്ത് സാധിച്ചിട്ടില്ല. പ്രതിയുടെ സ്വാധീനവും പ്രതിക്ക് സമൂഹത്തിലുള്ള സ്ഥാനവും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കൊടുത്താൽ അതിനെ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിക്കപ്പെടുവാനും സാധ്യതയുണ്ടോ എന്നല്ല, അല്ലാതെ റിലവന്റ് ആയിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രോങ് അലിഗേഷൻ ഇതിനകത്ത് ഈ ജഡ്ജ്മെന്റിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. എന്റെ ഇപ്പോഴാണ് കിട്ടി, ഞാൻ ഓടിച്ചിട്ട് പഠിച്ചിടത്തോളം ഇല്ല. അത് ശ്രീ പ്രിജി കൊല്ലമൊക്കെ ആ വാദങ്ങളാണ്, താങ്കൾ നടത്തിയ വാദങ്ങളാണ് നേരത്തെ ഇവിടെ പറഞ്ഞുകൊണ്ട് വന്നത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു അടക്കമുള്ളവർ സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്. അതായത് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ദുർബലമാകുന്നു എന്നതിന്റെ സൂചനയാണ് ഇന്നത്തെ ജാമ്യ നിഷേധത്തിലുമുള്ളത് എന്ന് കാണാമോ എന്നതായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. പ്രതിഭാഗത്തിന്റെ വാദം എന്നല്ലല്ലോ, പോലീസിന്റെ വാദം. അതാണ് പ്രോസിക്യൂഷന്റെ വാദം ദുർബലമാകുന്നു. പ്രതിഭാഗം ഒരിക്കലും ദുർബലമാകാൻ പാടില്ല. കാരണം ആ പ്രതിഭാഗം അതായത് നമ്മുടെ വിക്ടിം ആ ഒരു സൈഡ് ഒരിക്കലും ആകാൻ പാടില്ല. അത് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ നിൽക്കണമെന്നാണ് നമ്മുടെ. പക്ഷേ ദിലീപിലേക്കുള്ള പ്രോസിക്യൂഷന്റെ നീളം ഇനിയും ദൂരോട്ട് പോകുന്നു. കാരണം അദ്ദേഹത്തിനെതിരെ വ്യക്തമായ ഒരു തെളിവും ഇന്നും ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ. പക്ഷേ അങ്ങനെയാണോ നമ്മൾ ചർച്ച ചെയ്താണോ എങ്കിൽ ഒരിക്കൽ കൂടി പോകുന്നല്ലോ. പക്ഷേ ഈ പൾസർ സുനിയും ദിലീപുമായി 5 ഇടത്ത് വെച്ച് കണ്ടത് ഈ ഗൂഢാലോചന നടന്നതിൽ യാതൊരു സംശയമില്ല. മെമ്മറി കാർഡ് അതല്ല പൾസർ സുനിയും ദിലീപുമായി 5 ഇടത്ത് വെച്ച് കണ്ടത്. ഒപ്പം പൾസറിന്റെ അമ്മയുടെ രഹസ്യമൊഴിയിൽ ഈ നിക്ഷേപം എത്തിയിരിക്കുന്നു ഒരു അക്കൗണ്ടിൽ നിന്ന്. അതേ കാലയളവിലാണ് പൾസർ 10,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചതായി പൾസറിന്റെ മൊഴിയുള്ളത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ 19 ശാസ്ത്രീയ തെളിവുകൾ അങ്കമാലി കോടതിയെ പോലെ ഈ കോടതിയുടെയും മുറിയിലേക്ക് എത്തുന്നു. കേസ് ഡയറി അടക്കം പരിശോധിക്കുന്നു. രാംകുമാർ ഒന്നും വേണമെന്നില്ല. എന്നെ പോലെ ഒരു വളരെ ജൂനിയർ അഡ്വക്കേറ്റിന് മുമ്പിൽ പുറഞ്ഞു പോകാത്ത ഒരു തെളിവും ഈ നിമിഷം വരെ അവര് ഹാജരാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കംസ്റ്റൻസസ് എവിഡൻസ് എന്ന് പറഞ്ഞ് ഇവര് ഹാജരാക്കിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഈ പ്രതി അത് ഈ ജഡ്ജ്മെന്റിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഇയാളുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് പ്രൂവ് ചെയ്യാൻ ഇനിയും തെളിവുകൾ ആവശ്യമാണ് എന്നുള്ള ഒരു കണ്ടൻഷനാണ് പ്രോസിക്യൂഷൻ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോ ഇപ്പോഴും പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ
പോലീസ് ഇരുട്ടിൽ തപ്പുക എന്ന് തന്നെയല്ലേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അതെ, പക്ഷേ ഈ ഒരു കാര്യം കൂടി ഷോൺ, അതായത് നേരത്തെ താങ്കളും PC ജോർജുമാണ് കൃത്യമായി ഒരു നിലപാടുമായി രംഗത്തെത്തിയത് ഈ വിഷയത്തിൽ. അതൊരു പക്ഷേ ഇരയ്ക്ക് നീതി കിട്ടരുത് എന്നതല്ല, മറിച്ച് ദിലീപ് നിരപരാധിയാണെങ്കിൽ അയാളെ ക്രൂശിക്കരുത്, അങ്ങനെ അനാരോഗ്യമായ ഒരു ക്രൂശനയിൽ പൊലിഞ്ഞു വീഴുന്നതാകരുത് ഒരു കലാകാരനായ പൗരന്റെ വ്യക്തിത്വം എന്ന ജാഗ്രതയായിരുന്നു നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അതായത് ഷോൺ ജോർജ് ആയാലും PC ജോർജ് ആയാലും പറഞ്ഞിരുന്നത്. പക്ഷേ നിങ്ങളുടെ തന്നെ കേരള കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഭൂമി കച്ചവടമുണ്ട്. യൂത്ത് ഫ്രണ്ട് പറഞ്ഞത് ആരോപിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളും ഒക്കെ ആയിട്ട് ഭൂമി കച്ചവടമുണ്ട്, അതുകൊണ്ടാണ് ദിലീപിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. താങ്കളുടെ പേരാണെന്ന് തോന്നുന്നു അന്നും അതിന് ആ വാർത്ത അതിനെതിരെ ഇന്ന് മാനനഷ്ട കേസ് കൂടി ഫയൽ ചെയ്യാൻ വേണ്ടി ഞാൻ അതറിയാൻ വേണ്ടി കൂടിയാ KM മാണിക്കും ഈ പറഞ്ഞ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റും ഞാനിന്ന് വക്കീൽ നോട്ടീസ് അവർക്ക് രണ്ടുപേർക്കും അയച്ചിട്ടുണ്ട്. എന്താണ് മഞ്ഞളാം അദ്ദേഹത്തിന്റെ പേരങ്ങ് എന്തോ മഞ്ഞക്കടമ്പൻ. അതെ, ഈ രണ്ടുപേർക്കെതിരെ ഞാൻ ഇന്ന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. സുഹൃത്ത്, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ദിലീപുമായി ബന്ധപ്പെട്ട് ഞാൻ ആകെപ്പാടെ ഇയാളെ 2 പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ അറസ്റ്റ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത്, ഞാനത് മീഡിയ തന്നെ പറയാം, കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് 7 മണിക്ക് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ വിളിച്ച് നോക്കിയപ്പോൾ ബെല്ലടിക്കുന്നുണ്ട്. അദ്ദേഹം ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, ദിലീപേട്ട നിങ്ങളെ അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്യുന്നതാണ് ഷോണി ഇവർ പറയുന്നത്. എന്താ നിങ്ങൾ ചെയ്തതാണോ ഇട്ടിട്ട്? നിങ്ങൾ ഇനിയും ഞങ്ങളോടെങ്കിലും സ്വപ്നം പറയാം, നിങ്ങളെയൊക്കെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടാന്ന് മനസ്സുകൊണ്ടെങ്കിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ചോദിക്കുകയാണ്, ചേട്ടാ തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു സഹോദരനെ, ഞാനായിട്ട് എന്റെ കുഞ്ഞാണ് സത്യം, എന്റെ ദൈവമാണ് സത്യം, ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ആ സമയത്ത് ഫോണിൽ വിളിച്ച ആളാണ്. ബാസുരേന്ദ്ര ബാബു കൈവെക്കുന്നു, എന്തോ താങ്കളോട് ചോദിക്കാനുണ്ടെന്ന്. ശ്രീ ബാസുരേന്ദ്ര ബാബു, ഇത്രേ ഉള്ളൂ. താങ്കൾ ചോദിച്ചല്ലോ, താങ്കൾക്ക് അങ്ങനെ വിളിക്കാവുന്ന പൂർവ്വ ബന്ധം ദിലീപുമായിട്ടുള്ളത് കൊണ്ടാണല്ലോ ദിലീപേട്ട എന്ന് വിളിക്കുന്നു, ഇങ്ങോട്ട് ഷോൺ എന്ന് വിളിക്കുന്നു. അത് ഒരു വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ് ശ്രീ ഷോൺ ജോർജ്. അറിയാം. സോറി മനസ്സിലായി ഷോൺ, മനസ്സിലായി. ഓക്കെ പറഞ്ഞോളൂ ഷോൺ. അപ്പോ ഞാൻ അദ്ദേഹത്തെ ദിലീപേട്ട എന്ന് വിളിക്കുന്നത് ബഹുമാനത്തോടു കൂടി തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇപ്പൊ പറഞ്ഞു ഈ ആരോപണം PC ജോർജിന് ഷോൺ ജോർജിന് റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ട്. ഞാൻ ഇപ്പം ഇവിടെ വെച്ച് ഞാൻ പറയുന്നു, ഏതെങ്കിലും തരത്തിൽ 1 രൂപയുടെ സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധമോ ഞാനോ ആ മനുഷ്യനുമായിട്ടോ അല്ലെങ്കിൽ PC ജോർജുമായിട്ടുണ്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും ഡോക്യുമെന്റൽ എവിഡൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ സാക്ഷികളുടെ നമ്മുടെ സർക്കംസ്റ്റൻസസ് എവിഡൻസ് വെച്ച് എങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ശരിയാണ്. സ്വാഭാവിക യുക്തിയിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ദിലീപിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പരസ്യമായി രംഗത്ത് വരികയുമില്ലായിരുന്നല്ലോ. അത് ശരിയാണ് ഷോൺ, അത് ശരിയാണ്, ആ യുക്തി ശരിയാണ് ഈ ഘട്ടത്തിൽ. ശ്രീ പ്രിജി കൊല്ലം, അതായത് ഒരഭിപ്രായവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്കാൻഡിനേവിയയുടെ ഒരു ഭൂപശ്ചാത്തലത്തിലൊക്കെ ലോകത്തെ മനുഷ്യാവകാശത്തെ വിവക്ഷിക്കുന്ന ഒരു ഘട്ടം തീർച്ചയായും ചർച്ചയുടെ അവസാനത്തിൽ നമ്മൾ എത്തേണ്ടതിരിക്കുന്നു. അതായത് ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം, നമുക്ക് ഇരയ്ക്ക് നീതി കിട്ടണമെന്നതാണ് പ്രഥമമായ ഉദ്ദേശം, പ്രഥമമായ ലക്ഷ്യം. രണ്ടാമതേ ഉള്ളൂ ദിലീപിൻ്റെ നിരപരാധിയാണെങ്കിൽ തെളിയിക്കുക എന്നുള്ളത്. അത്രയും ഉത്തരവാദിത്തമേ നമുക്കുള്ളൂ. പക്ഷേ ഇവിടെ ഈ ഷോണായാലും PC ജോർജ് ആയാലും ഒക്കെ രംഗത്ത് വരുന്നു, അല്ലെങ്കിൽ അവരവരുടേതായ ബോധ്യങ്ങളെ ജനാധിപത്യ മാർഗത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അവരെയൊക്കെ പക്ഷമാക്കുകയാണ്, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമുണ്ടായതും ഒക്കെ അത് സ്വാഭാവികമായി കേരളത്തിൽ നടന്നു വരുന്നതാണെന്ന് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു മാനമുണ്ടോ? അതോടൊപ്പം ശ്രീ ബാസുരേന്ദ്ര ബാബു നേരത്തെ ഉന്നയിച്ചതിനുള്ള മറുപടി. അതെ, സാറ് പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് എനിക്ക് പറയാനുള്ളത്, ഇതിനിങ്ങനെ ഈ പക്ഷങ്ങളുടെ മാനം വരുന്നത് ഒരുപക്ഷെ ദിലീപ് ഈ സമ്പാദിച്ചു കൂട്ടിയ ഈ ഇല്ലീഗലായിട്ടുള്ള ഭൂസമ്പാദനം, അതിപ്പോൾ ദിലീപിനെ മാത്രം വെച്ച് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആനക്കൊമ്പ് മേടിച്ച നടനുണ്ട്, അച്ചാറ് കച്ചവടം നടത്തിയ നടനുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തിയിട്ടുള്ള നടന്മാരൊക്കെ ഉണ്ട്. അവരെ എല്ലാവരെയും പരിശുദ്ധന്മാരായി ചിത്രീകരിച്ചിട്ട് ഈ തരത്തിലുള്ള ഒരു കേസിൽ പ്രതിയായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ദിലീപിനെ കുറ്റപ്പെടുത്തുന്നതിനോടൊന്നും യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, അതായത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിൽ ആരുടെയൊക്കെ അനുഗ്രഹ ആശീർവാദത്തോടു കൂടിയാണ് ഈ തരത്തിലുള്ള ഒരു ഭൂമി സമ്പാദനം ഈ നടൻ നടത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും അന്വേഷണവും നടക്കണ്ടേ? ഒരുപക്ഷെ ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് മാത്രമായിരിക്കാം ഈ നടന്റേത് മാത്രമല്ല, ഇതോടൊപ്പം ചേർത്ത് വെച്ച് MP ആയിട്ടുള്ള നടന്മാർ, MLA ആയിട്ടുള്ള നടന്മാർ,
ഈ നിർമ്മാതാക്കൾ എല്ലാവരും വളരെ വേദനയോടുകൂടി പറയുന്നത് അവർ അഭിനയം മാത്രം നടത്തിയാൽ മതി, നിർമ്മാണം നടത്തണ്ട. എന്താണ് അവർ നിർമ്മാണം നടത്തിയാലുള്ള പോരായ്മ? സാറ് പറഞ്ഞതുപോലെ, വാസുദേന്ദ്ര ബാബു സാറ് പറഞ്ഞതുപോലെ അതെല്ലാം നിയമപരമായ നടപടിക്രമങ്ങളിലൂടെയാണ് നടത്തുന്നതെങ്കിൽ യാതൊരു പോരായ്മയുമില്ല. അപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ദിലീപ് സമ്പാദിച്ചിട്ടുള്ള അസറ്റുകൾ അത് ഏത് തരത്തിലാണ്? ഇപ്പോൾ ഈ ഡി സിനിമാസിന്റെ വിപണനം അല്ലെങ്കിൽ അതിന്റെ പർച്ചേസ്, അതിന്റെ വിപണന സാധ്യതകൾ ഇതൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്തത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായും. അപ്പോ റവന്യൂ രംഗത്ത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിട്ടുള്ള ഭൂമാഫിയയുടെ ഒരു അതിപ്രസരവും വീഴ്ചയും തീർച്ചയായും ഈ നടന്റെ ഭൂസമ്പാദനത്തിനോട് ചേർത്ത് വെച്ച് ബാക്കിയുള്ള മുതലാളിമാരുടേതും കൂടെ ചേർത്ത് വെച്ച് ചർച്ച ചെയ്യണം. തീർച്ചയായും അതൊക്കെ. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വാനം ശ്രീ ഭാസുരേന്ദ്ര ബാബു മുമ്പോട്ട് ചെയ്തതാണ്. അതായത് ഇങ്ങനെ അനധികൃതമായി നാട് അംഗീകരിച്ച മാർഗത്തിലൂടെ അല്ലാതെ പണവും സ്വത്തും സമ്പാദിച്ചു കൂട്ടുന്ന സമീപനമുള്ള ഒരാൾ ഇങ്ങനെ കുറ്റാരോപിതനാകുമ്പോൾ അയാളുടെ മൈൻഡ് സെറ്റ് എന്താണ്, അയാളുടെ രീതി എന്താണെന്ന് വിവക്ഷിച്ച് ആ ഭാവനയിൽ കാര്യങ്ങളെ എത്തിക്കാമോ? ഈ കേസുമായി, ഇത്തരുണത്തിലെ കേസുമായി ആ ഒരു പോയിന്റിൽ മാത്രം അഭിപ്രായം പറഞ്ഞ അതുകൊണ്ടാണ്. ഇപ്പോ ആ നടന്റെ സ്വാതന്ത്ര്യമാണ്. ആ നടൻ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പടം വെക്കണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പോൾ കൊല്ലത്തെ ഒരു പ്രശസ്തനായ പഴയ കശുവണ്ടി മുതലാളി ഇപ്പോൾ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹം കൊല്ലത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന്റെ കെട്ടിടത്തിൽ അത് വെക്കുന്നത്. അതിനെ സംബന്ധിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഈ അതുപോലെ തന്നെ വേറെ ചില ഭൂമാഫിയയുടെ കൈകളിലെത്തുന്ന നടൻ തീർച്ചയായും ഇത്തരത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പോലീസ് ഇങ്ങനെ പ്രഥമ ദൃഷ്ടിയാ പറയുമ്പോൾ സ്വാഭാവികമായും വിശ്വസിക്കാൻ തോന്നും. കാരണം പ്രേം നസീറിനെ പോലൊരു നടനായിരുന്നെങ്കിൽ തീർച്ചയായും ഈ ഘട്ടത്തിൽ നമ്മൾ അത് അംഗീകരിക്കില്ല, അന്തിമ വിധി വരുന്നവരെ കാത്തിരിക്കാം. പക്ഷേ ഇങ്ങനെ ദുഷിച്ച ഓടകളിലൂടെ സഞ്ചരിക്കുന്ന ചില ബിസിനസ് പശ്ചാത്തലമുള്ള ഒരാൾക്കെതിരെ ഇത്രയേറെ ആരോപണങ്ങൾ പോലീസ് കൊണ്ടുവരുമ്പോൾ വിശ്വസിച്ചു പോകുമെന്നൊരു യുക്തി കൂടി അതിന്റെ പിന്നിലുണ്ട്. ഞാനൊരു ചോദ്യം ഇദ്ദേഹം ഭൂക്കച്ചവടമാണ് നടത്തിയത്. മറ്റൊരു നടൻ നടത്തിയത് അച്ചാറ് കച്ചവടവും അരിമാവ് കച്ചവടവും. അപ്പൊ ഇവരെല്ലാവരും ആ ഒരു ട്രാക്കിലേക്ക് ഇപ്പൊ പോയി കഴിഞ്ഞു. ഇവരുടെ ഈ പറയുന്ന നടന്മാരുടെ ഇപ്പൊ അരിക്കച്ചവടം നടത്തിയ ആളിന്റെ ആയാലും അച്ചാറ് കച്ചവടം നടത്തിയ ആളിന്റെ ആയാലും ടാക്സിന്റെ റിട്ടേൺസ് പരിശോധിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ നേരത്തെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആനക്കൊമ്പ് വാങ്ങിയതിനെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ ഓരോ നടന്മാരും അവരുടെ പ്രവർത്തന മേഖലകളിൽ ഈ തരത്തിലുള്ള ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മലയാള സിനിമയുടെ ശാപം. മലയാള സിനിമയുടെ ആ ശാപം ആദ്യം ദിലീപ് ഒരു നിമിത്തമായി മാറും. എന്തായിരുന്നാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം കൺക്ലൂഷനിലേക്ക് എത്താം. ഒരു ഇടവേളയ്ക്ക് തീർച്ചയായും ശാന്തിവിള ദിനേശൻ വളരെ നന്ദി ഈ ഘട്ടത്തിൽ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ മമ്മി സെഞ്ചുറി, നമ്മൾ ചർച്ച ഏതാണ്ട് പൂർത്തീകരിക്കാനായി പോവുകയാണ്. ഈ ചർച്ച ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിലേക്ക് അടുത്തോ? ഇന്നത്തെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത് ഇരയും നീതിയുമായി അടുക്കുന്നുണ്ടോ? ചുരുങ്ങിയ വാക്കുകളിൽ. തീർച്ചയായിട്ടും ഇന്നത്തെ സംഭവവികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. എന്തായാലും ഇതിൽ പോലീസ് അന്വേഷണം വളരെ കൃത്യരീതിയിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇരക്ക് നീതി കിട്ടാൻ സാധ്യതയുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കേസ് പോകുന്നതാണ് എൻ്റെ ആദ്യം മുതൽ ഈ പോലീസ് അന്വേഷണം തുടങ്ങിയ കാലം മുതൽ, ഈ ഗവൺമെൻറ് ഇതിൽ ഇടപെട്ട കാലം മുതൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഗൂഢാലോചന ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് ചിലരൊക്കെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം അന്ന് അത് വളരെ തന്ത്രപരമായിട്ട് പറഞ്ഞാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ ആളാണ്. അതിൻ്റെ കാരണം അന്ന് അദ്ദേഹം ഇതിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ തെളിവുകൾ നശിപ്പിക്കപ്പെടുമായിരുന്നു. അദ്ദേഹം വളരെ തന്ത്രപരമായി ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് തെളിയിക്കാൻ വേണ്ടി മുന്നോട്ട് പോയിരുന്ന ഒരാളാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പം ഇന്നത്തെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട്, ഇന്നത്തെ അവസ്ഥയിൽ ഏത് കേസായാലും ശരി, ഇപ്പോൾ ഇവിടെ അഡ്വക്കേറ്റുമാരൊക്കെ പറഞ്ഞ രീതി അനുസരിച്ച് ഈ ചാർജുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ജാമ്യം കിട്ടില്ല. ഇന്ന് ശ്രീ PC ജോർജ് തന്നെ പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ ചാർജുകൾ ഉള്ള കേസുകൾക്ക് 50 ദിവസം കഴിഞ്ഞോ 90 ദിവസം വരെ ചിലപ്പോൾ ജാമ്യത്തിന് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേസ് വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. ഇവിടുത്തെ ജുഡീഷ്യറി വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. അവസാനമായി കേവലം 10 സെക്കൻഡ് കൊണ്ട് താങ്കളും പറയൂ, തന്നത്തെ സംഭവ വികാസത്തെ ആറ്റിക്കുറുക്കി കണ്ടത്.
ഇന്നത്തെ സംഭവ വികാസങ്ങള് കേസ് മുന്നോട്ട് പോകുമെന്നും ഇങ്ങനെ പോയാൽ ഇരയ്ക്ക് നീതി കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട്. ഷോൺ ജോർജ് എങ്ങനെയാണ് കരുതുന്നത്? ഷോൺ ജോർജ് എങ്ങനെയാണ് കരുതുന്നത്? ഇരയ്ക്ക് നീതി കിട്ടുന്നതിന്റെ പ്രക്രിയയാണോ താങ്കൾ കാണുന്നത്? കേരളത്തിന്റെ തെരുവിൽ ആക്രമിക്കപ്പെട്ട ഒരു സഹോദരിക്ക് നീതി കിട്ടിയേ മതിയാവും. പക്ഷെ ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞോളൂ, നമ്മുടെ പോലീസ് ഇന്നൊരു ദിലീപിനെ ഇനി പുറത്തിറക്കാൻ കഴിയില്ല എന്നൊരു അപേക്ഷ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിരുന്നു. അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പൊക്കോളാം. അതായത് കഴിഞ്ഞ ദിലീപിനെ അറസ്റ്റ് ചെയ്ത ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും കേരളത്തിലെ 99% ആളുകളും ദിലീപിനെതിരായിരുന്നെങ്കിൽ മൂന്നാമത്തെ ദിവസം ദിലീപുമായി തെരുവിലിറങ്ങി പോലീസ് നടത്തിയ പ്രകടനമാണ് പോലീസിന് വിനയത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ദിലീപിനെ ഇനിയും കോടതിയിൽ വീഡിയോ കോൺഫറൻസ്. ശരിയാണ്, അതൊരു നല്ല നിരീക്ഷണമാണ്. കാരണം പോലീസിന് ദിലീപിനെ പോലെ ഒരാൾക്ക് ഇന്ന് വരെയും ദിലീപിന് സുരക്ഷ ഒരുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പക്ഷേ ഓരോ ദിവസവും ദിലീപ് പുറത്തിറങ്ങുമ്പോൾ ദിലീപിനുള്ള ജനസമ്മതി കൂടുന്നു. തീർച്ചയായും അതിനെതിരെ PR ഏജൻസി ആണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ശ്രീ ഷോൺ ദയവായി ക്ഷമിക്കൂ, സമയപരിമിതി ഉള്ളതുകൊണ്ട് തീർച്ചയായും 2 മണിക്കൂറായി ചർച്ചയിൽ, ഇനി നമുക്ക് നീട്ടാനാകില്ല. ക്ഷമിക്കൂ. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. തീർച്ചയായും കാര്യം 100 പറഞ്ഞാലും 200 തന്നെയാണ് വലുത്. പൂർണ്ണമായും ജുഡീഷ്യറിയെയും നിയമത്തെയും ഒക്കെ വിശ്വസിക്കാം. ചവിട്ടിമതിക്കപ്പെടരുത് ഒരു പൗരന്റെയും അവകാശങ്ങൾ. ഒപ്പം ഇരയ്ക്ക് നീതിയും ലഭിക്കണം. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.